ഇനിയും നമ്മൾ കുറച്ചെങ്കിലൊക്കെ മക്കൾ അടുപ്പം കാണിക്കുന്നത് ഉമ്മമാരോടാണ്. അപ്പുറത്തൊരു മനുഷ്യനുണ്ട്, ഉപ്പ, പിതാവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ പ്രവാസ മണ്ണിലാണല്ലോ, ഒരുപാട് എന്താ പറയാ പാരന്റ്സ് ഇവിടെ ഉണ്ട്, അച്ഛന്മാര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട്. കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ആണ് ചോദിക്കുന്നത്. എനിക്കൊന്നും ഒരു അകൽച്ച, ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ വലിയൊരു ഗ്യാപ്പ് ഉപ്പായിട്ടും മക്കൾക്ക് വരുന്നുണ്ട്. അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്താ അതിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? ഞാൻ റൈറ്റിംഗ് വായിച്ചിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ദിസ്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ അച്ഛനോട് പറയും, ഉപ്പനോട് പറയും. അത് കഴിഞ്ഞാൽ ഒരു ബാരിയറാ, ബ്ലോക്ക്ഡ്. അത് കഴിഞ്ഞ് ഞാൻ പേടിച്ചു. പക്ഷെ നമ്മൾ വലുതാവുന്ന സമയത്ത് നമ്മൾ പ്രശ്നങ്ങൾ ഉപ്പനോട് പറയാൻ പറ്റിയതാണോ, പിന്നെ പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ? വലുതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയൂല, ഞാനിതെന്റെ ഉപ്പനോട് പറയും, എന്റെ ഉപ്പ നോക്കാനുണ്ട്, നമ്മൾ പറയില്ല, നമ്മളത് വിട്ടു. പക്ഷെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സംതിങ് ഇൻഫ്ലുവൻസ്ഡ് മീ ഇൻ എ വെരി ഗുഡ് മാനർ. എവിടെ പോയി ആ ഗ്യാപ്പ്? കാരണം ഉമ്മന്റെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ഒരു ഫാദർ എന്ന് പറയുന്നത്. ആ ഫാമിലി നോക്കണം, ഫൈനാൻഷ്യലി ഏറ്റവും കൂടുതൽ പ്രഷറിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനായിരിക്കും വാപ്പ എന്ന് പറയുന്നത്. പക്ഷെ ആ വാപ്പ ഒരിക്കലും കാണിക്കില്ല. ഞാൻ ഇത്രയും ഫൈനാൻഷ്യൽ പ്രഷറിലൂടെ പോകുന്നുണ്ട്, എനിക്ക് ഇത്രയും കടങ്ങളുണ്ട്, ഞാൻ ഇത്രയും പ്രഷറിലാണ് എന്നുള്ളത് ആ വാപ്പാന്റെ മുഖത്തോ വാപ്പാന്റെ കാഴ്ചയിലൂടെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഹീസ് എൻ പേഴ്സൺ ഹു കൺട്രോൾസ് ഹിസ് ഇമോഷൻ. ഫാദർ എന്ന് പറയുന്നത് എപ്പോഴും ഇമോഷൻസ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാ. അത് പുറത്തു വരൂല ഇമോഷൻസ്. Download ShareChat.